വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലുള്ള ഒരു വീഡിയോ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഗെയിമിനകത്ത് ഒരു ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ആനിമി ബേസ് ആയിട്ട് കിടക്കാശയുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നതെന്നൊക്കെ നമ്മൾ എന്തായാലും ഗെയിംസ് അപ്പോൾ നോക്കുന്നതാണ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് ഒരു ടോക്കൺ വീൽ ഇവന്റ് വരുന്നുണ്ട്. ലെജൻഡറി ആയിട്ടുള്ള ഒരു ടോക്കൺ വീൽ ഇവന്റ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. അത് കൺഫേം ആണ്. സോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നതാണ്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരഡോക്സ് ഇവന്റ്സിലെ മെയിൻ ഇവന്റ് ഇന്റർഫേസിനെ കുറിച്ചും പക്ഷേ നമുക്ക് ഇവന്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കംപ്ലീറ്റ് എടുക്കാനെ കുറിച്ചും മാത്രമല്ല ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡ്സിനെ കുറിച്ച് എല്ലാം കേസിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. എങ്ങനെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആ ഒരു ബെൽ ബട്ടൺ ഓണാക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. നിങ്ങൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അധികം പറഞ്ഞില്ല, അവരെപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഗെയിമിനകത്തോട്ട് ട്രേഡിംഗ് അക്കാഡമി എന്ന് പറയുന്ന പുതിയൊരു ആനിമി ബേസ് ആയിട്ട് ഇവന്റ് വരുന്നതാണ്. ഇതൊരു കൊളാബറേഷൻ ആണോ എന്ന് നമുക്ക് എന്തായാലും കേസും അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും കേസും ദാണ്ട് ഈ ഒരു ആനിമി ബേസ് ആയിട്ട് കുറേ ഐറ്റംസ് ഗെയിമിനകത്തോട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ബണ്ടിലിന്റെ പേരെന്ന് വെച്ചാൽ സിംപ്ലിസിറ്റി ബണ്ടിൽ എന്നാണ്. പിന്നിലെന്ന് വെച്ചാൽ സ്റ്റൈൽ അക്കാഡമി എന്ന് പറയുന്ന വേറെ ഒരു ബണ്ടിലും വരുന്നുണ്ട്. സോ രണ്ടും മെയിൽ ബണ്ടിൽ തന്നെയാണ്. പിന്നിലെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. ട്രെൻഡ് അക്കാഡമി ബണ്ടിൽ എന്നാണ് ഈ ഒരു ഫീമെയിൽ ബണ്ടിലിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ കുഴപ്പമില്ലാത്തൊരു ബണ്ടിൽ തന്നെയാണ് എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ ഒരു സഫ് ബോർഡ് വരുന്നുണ്ട്. നല്ല ഇങ്ങനെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് തന്നെ താണ്ടി ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് സ്പിന്നിലെന്ന് വെച്ചാൽ താണ്ടി ഗ്രനേഡ് ആണ്. ഗ്രനേഡ് അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. സോ ഒരു എഫക്ട്സിനകത്ത് ആ ഒരു സ്കോർ ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ട് ഒരു അവതാർ വരുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും കേസും ഒരു സ്കൂളും ആ ഒരു സ്കൂളിന്റെ ഒരു തീമിലാണ് വന്നേക്കുന്നത്. സോ ബണ്ടിലിന് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല. സിമ്പിൾ ആയുള്ള ഒരു ബണ്ടിലാണ്. ബട്ട് ഗെസ് നൈസ് ആയിട്ടുണ്ട് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്തോട് കൺഫേം ആയിട്ടുള്ള ഒരു ടോക്കൺ വീൽ ഇവന്റ് ആണ്. സോ ഇതിന്റെ പേര് വെച്ചാൽ പാരഡോക്സ് റിംഗ് എന്നാണ്. ഓക്കെ, ഇതിനകത്തൊരു തന്നെ മെയിൻ ആയിട്ട് 3 ഐറ്റംസ് ആണ് വന്നേക്കുന്നത്. ഒരു സ്കാർഫ് വന്നിട്ടുണ്ട്, 2 എവല്യൂഷൻ ബണ്ടിൽസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എവല്യൂഷൻ ബണ്ടിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരഡോക്സ് ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് വെച്ചാൽ ഒന്ന് യെല്ലോയും, സോ ഒന്നെന്ന് വെച്ചാൽ ഒന്ന് പർപ്പിളും. ഓക്കെ, അത് മാത്രമല്ല ബാനേഴ്സും അവതാറും മാത്രമല്ല സ്കാർഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത് ഏതൊരിട്ടാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു പാരഡോക്സ് ഇവന്റിലെ മെയിൻ ഇവന്റ് ഇന്റർഫേസിനകത്തോട് തന്നെ നമുക്ക് ഇതിനകത്തോട് കടക്കാൻ പറ്റുന്ന ഒരു സംഭവം വരുന്നതാണ്. ഓക്കെ, സോ ഒരു ഐറ്റം വരുന്നതാണ്. ഞാൻ ഒരു മെയിൻ ഇന്റർഫേസ് കാണിക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ താണ്ട് ഈ ഒരു ടോക്കൺ വീലിനകത്തോട്ടായിരിക്കും അത് റീഡയറക്റ്റ്. ഒരു ബണ്ടിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ മിനിമം 2000 ഡയമണ്ടെങ്കിലും ആവും. ഓക്കെ, സോ 2000 ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എവല്യൂഷൻ ബണ്ടിൽ എടുക്കാനൊക്കെ പറ്റും. എന്തായാലും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് കൺഫേം ആണ്. സോ എന്നാണ് വരാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോട് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പാരഡോക്സ് ഇവന്റിലെ മെയിൻ ഇവന്റ് ഇന്റർഫേസ് ആണ്. പക്ഷേ ഇതിനകത്തോട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് വേറെ ഒരു ഇമോട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതാണ് ആ ഒരു മെയിൻ ഇവന്റ് ഇന്റർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ നിങ്ങളോട് കാണാൻ പറ്റുന്നുണ്ടാവും. താഴെ കുറേ ഡെയിലി ടാസ്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ചെറിയ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ടോക്കൺ കിട്ടുന്നതാണ്. ആ ഒരു ടോക്കൺ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് താഴെ മൈൽ സ്റ്റോൺ കാണാൻ പറ്റുന്നുണ്ടാവും. സോ 5 റിവാർഡ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതൊരിട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഓരോന്നും കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നിറയുന്നുണ്ടാവും. സോ അതിനനുസരിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ലെജൻഡറി പാരഡോക്സ് ഹൈപ്പർ ബുക്ക്, പാരഡോക്സ് വാർ ഇങ്ങനെ 3 എണ്ണം കാണാൻ പറ്റും. സോ അതിൽ ലെജൻഡറി പാരഡോക്സ് എന്ന് പറയുന്ന ഇവന്റ് ഒരു ടാണീസും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു എവല്യൂഷൻ ബണ്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് വരുന്നത് കാണാൻ പറ്റും. 200 ടോക്കൺ ആയ സമയത്ത് നമുക്ക് റൂം കാർഡും അത് മാത്രമല്ല നമുക്ക് കൈറോസ് ക്യാരക്ടറും കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇൻജിൻ ബോണസ് വരുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ എയർപ്ലെയിനും മാത്രമല്ല എയർപ്ലെയിനകത്തെ ക്യാബിനും ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മച്ചന്മാരെ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പാരഡോക്സ് വാർ. അതിനെ പറ്റിയിട്ട് അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. മച്ചന്മാരുടെ നമുക്കൊരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇമോട്ട് നമുക്ക് ആ ഒരു ഇൻജിൻ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് കിട്ടുന്നത്. എനിക്ക് സ്പീഡ് വെച്ചിട്ടുണ്ടാണ്ട് പാരഡോക്സ് റൈസർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇതിന് വെച്ചിട്ട് നമുക്ക് ടോക്കൺസും കാര്യങ്ങളൊക്കെ നമുക്ക് 400 ടോക്കൺസ് ആണ് ഇതിന് വേണ്ടത്. എനിക്ക് പിന്നീട് വെച്ചാൽ എന്താണ് ഈ ഒരു ഫേസ് പെയിന്റ് ആണ്. ഇതിന് 15 ടോക്കൺ വേണം. ഓക്കെ, സോ എന്തായാലും ചെറിയ രീതിക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അതാണ്ട് ഗ്രനേഡ് ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് ടോക്കൺ ആവശ്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെയാണ്. എന്തായാലും നമുക്ക് 10 ടോക്കൺ ആണ് ഇതിന് വേണ്ടത്. പിന്നീട് വെച്ചാൽ നമ്മുടെ കൈറോസ് ക്യാരക്ടർ ആണ്. ഒരു കൈറോസ് ക്യാരക്ടറിന്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഇതിന് 100 ടോക്കൺസ് ആണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ 100 ടോക്കൺസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. എനിക്ക് സ്പിന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൂട്ട് ബോക്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇതിനെന്തായാലും 50 ടോക്കൺസ് ആണ് വേണ്ടത്. അതിന്
ടോക്കൺസ് ഉള്ള ഒരു ഇമോട്ടിന് ശേഷം 500 ടോക്കൺസ് ആണ് വേണ്ടത്. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഇമോട്ടാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. ബട്ട് ഗീസ് ഇതുവരെ ആണോ എന്ന് നമുക്ക് എന്തായാലും ശേഷം അറിയത്തില്ല. ഓക്കെ, സോ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 99% നമുക്ക് ചാൻസ് വരുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. സോ അങ്ങനെ ഉണ്ടെങ്കിൽ 2 ഇമോട്ടായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമോട്ടാണ്. ഈ ഒരു ഇമോട്ടിൻ കേസിൽ നമുക്ക് എന്തെങ്കിലും ഡയമണ്ട് കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. ഒരു ഇമോട്ട് കാണാൻ ദേശം ഇതുപോലെ ഇരിക്കും. ഓക്കെ, സോ എന്തായാലും നൈസ് ആളോ ഒരു ഇമോട്ട് തന്നെയാണ് ഇതിനകത്തോട്ട് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ സ്കോറിംഗ് ക്രേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൈപ്പർ ബുക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഹൈപ്പർ ബുക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹൈപ്പർ ബുക്കിനകത്ത് തന്നെ ഗ്രൈൻഡിന്റെ സ്കിൻ ഉണ്ട്, അത് മാത്രമല്ല ബാക്ക് പാക്ക് ഉണ്ട്, പിന്നെ സൈറ്റിന്റെ സ്കിൻ ഉണ്ട്, സ്കൈവിങ്ങിന്റെ സ്കിൻ ഉണ്ട്, അത് മാത്രമല്ല ബ്ലൂ വാളിന്റെ സ്കിൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വർത്തിയുള്ള ഒരു ഹൈപ്പർ ബുക്ക് തന്നെയാണ് ഈ വട്ടം വന്നിരിക്കുന്നത്. എന്തായാലും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് അപ്പ് ഇവന്റ് വരെ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈപ്പർ ബുക്ക്. ഓക്കെ, ആ ഒരു കാര്യം കൂടി ഒന്ന് അറിഞ്ഞു ശേഷം ഫ്രണ്ട്സ്, അപ്പം ആ ഒരു ഇമോട്ട് ഇതുവരെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് ശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുന്നതോറും ശേഷം നിങ്ങളെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, എന്തായാലും ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ നിങ്ങൾ ഇതിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ദെൻ ഗേസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഗേസ് ലവ് യു ആൾ.